നട്ടുച്ച സമയത്താണ് കേട്ടോ ഒന്നൊരു വൈക്ക് പോണത്. എവിടേക്കാണ് പോകണമെന്ന് ചോദിച്ചാൽ അന്ന് ചിന്നുവിനൊരു പരീക്ഷ ഉണ്ട്. ഇവിടെ അടുത്ത സ്കൂളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് കൊഞ്ചാൻ വേണ്ടി പോവുകയാണ്. ഉച്ച വരെയാണ് കേട്ടോ പരീക്ഷ ഉള്ളത്. അപ്പോൾ ഇതാക്കണോ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒരുവിധം കുട്ടികളൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോന്നിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഇറങ്ങി പോന്നിട്ടും നമ്മളെ തരത്തിനെ കാണാനില്ല കേട്ടോ. ലാസ്റ്റത്തെ പെട്ടി കയറാമായിരിക്കും അതാ വരണം. ഓളും മോളുടെ ഫ്രണ്ട്സും വന്ന പാടെ അങ്ങോട്ട് തന്നെ തിരിച്ച് ഓടുന്നുണ്ട് കേട്ടോ. എങ്ങോട്ടാ വീണ്ടും അകത്തേക്ക് തന്നെ പോകണമെന്ന് കരുതി ഞാൻ ചോദിച്ചപ്പോൾ ഉള്ള മറുപടി, ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോന്നപ്പോൾ ബാഗ് എടുക്കാൻ മറന്നു. ആ പോണു ബാഗ് എടുക്കാൻ. പിന്നെ ഞാൻ ഈ കുട്ടികളെയും നോക്കിയാണ്ട് ഉള്ള വെയിലും കൊണ്ട് ഈ നിർത്താണ് കേട്ടോ. അപ്പോഴേക്കിതാ ആൾ ബാഗ് പറ്റും വന്നിട്ടോ. അപ്പോൾ എക്സാം എങ്ങനെ ഉണ്ടെന്നാണ് ആദ്യത്തെ ചോദ്യം. കുഴപ്പമില്ല എന്നുള്ള മറുപടി. അപ്പോൾ ഏതായാലും ഹെൽമെറ്റൊക്കെ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണേ. നട്ടുച്ചായതുകൊണ്ട് തന്നെ വെയിലിനൊക്കെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ തണുത്തത് എന്തെങ്കിലും കുടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന രീതിയിൽ ഇങ്ങനെ വരുമായിരുന്നു കേട്ടോ. മനസ്സ് കണ്ടത് റോട്ട് കണ്ടു പറഞ്ഞ മാതിരി ഇതാക്കണു. റോഡ് സൈഡിൽ ഒരു വത്തക്ക വെക്കണ ആളുണ്ട് കേട്ടോ. ആളെടുത്ത് നല്ല വത്തക്കവെള്ളം ഉണ്ടായിരുന്നു. പിന്നെ കണക്കൊന്നും നോക്കിയില്ല, അവിടെ ഇറങ്ങി. ചിന്നുവിൻ്റെ പുറത്തെ ഭാവം കണ്ടാലും അറിയാമല്ലേ വത്തക്കവെള്ളം നല്ലോണം പിടിച്ചിക്കണമെന്ന്. അതുകൊണ്ട് തന്നെ 2 ഗ്ലാസ് ഓർഡർ ചെയ്ത് പിന്നെ ഒന്നായി ചുരുങ്ങിട്ടോ. അങ്ങനെ അതും കുടിച്ച് പിന്നെ ഒരു നീളട് പോയപ്പോഴേക്കും അതാ റോഡ് സൈഡിൽ പിന്നെ ഒരു സാധനം. സംഭവമൊക്കെ അറിയായിരുന്നു. എന്നാലും ഞാൻ ആ കച്ചവടക്കാരനോട് ചോദിച്ചത് എന്താ സാധനം എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞു പണം നൊങ്കെന്ന്. ഏതായാലും നിങ്ങൾ കുറച്ച് കുത്തി പൊളിച്ചെറിയ പരേക്കുണ്ടാവട്ടെ എന്നും പറഞ്ഞിട്ട് ഇതാക്കണം കുറച്ച് വാങ്ങിയാണ്ട് പിന്നെ വീട്ടിലേക്ക് പോരുക കേട്ടോ. വീട്ടിലേക്കാണ്ട് എത്തിയപ്പോഴേക്കിനാ തന്നെ അതാട്ടോ അതൊന്ന് കഴിച്ചുടഞ്ഞാണ്ട് ആ പാത്രത്തേക്കാണ്ട് ഇടാനേ ഭയങ്കര പൂതി. അപ്പോൾ അതാക്കണു കറുത്ത പാത്രത്തിൽ വെളുത്ത പളങ്ക്. ഇനിയിപ്പോൾ ഇത് തിന്നണമെച്ചെങ്കിൽ കുറച്ച് ക്ഷമമാണ് കേട്ടോ. അതിൻ്റെ പുറത്തെ ഭാഗത്ത് വെള്ളത്തോലുണ്ടല്ലോ അതൊക്കെ ഒന്നത് കളയണം. ഇല്ലാച്ചെങ്കിൽ അതിനൊരു ചവർപ്പൊക്കെ തോന്നും. അപ്പോൾ തട്ടോ ഞാൻ ഏതായാലും അതിൻ്റെ പുറത്തുള്ള തോലൊക്കെ ഒന്നോട് നുള്ളി തോലൊളിച്ച് കളയുകയാണ്. അങ്ങനെ മിഷൻ സക്സസ്. ഇനിയിപ്പോൾ അത്ര പണിയൊന്നുമില്ല, ഇനി ഇതാണ് തിന്നെ. ഏത് പല്ലില്ലാത്തവർക്കും തിന്നാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. അത്ര അധികം മധുരം എന്ന് പറയാനൊന്നുമില്ല, ഒരു ലൈറ്റ് മധുരം. പക്ഷേ സംഭവം കിടുവാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ കൂട്ടുകാർക്ക് നമ്മളെ ഉച്ചവളവൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ.